Hi, hello, welcome back to my YouTube channel. It's me, Asna Ashik. അപ്പോൾ ഇന്ന് നമ്മൾ മീഷോയുടെ ഒരു പുതിയ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ ഡ്രസ് ഹോൾ അല്ല ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലോത്തിങ് റാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുക്കി നല്ല അടിപൊളിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇന്ന് നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. നിങ്ങളുടെ വീഡിയോയിൽ ഫസ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സംഭവം എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ഇതാ ഫസ്റ്റ് വന്നിട്ട് ഇതുപോലത്തെ കുറച്ച് വലിപ്പമുള്ള സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ഒരു ഐറ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലത്തെ ചെറുതും കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചിരുന്നുള്ളൂ. പിന്നെ വന്നിട്ട് ഇതുപോലത്തെ ഒരു ഷീറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണ് സംഭവം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ഞാനിതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സെറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ ആ പ്ലാസ്റ്റിക്കിന്റെ സംഭവം വന്നിട്ട്. അതിലോട്ട് ഇതാ 4 സ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഓരോ സ്റ്റിക്ക് എടുത്തിട്ട് ഓരോ ഹോൾസിലോട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് 4 ഞാൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവം കൂടെ ഉണ്ട്. അതെന്ത് ചെയ്യാം, നമ്മൾ ഈ ഹോൾസിലോട്ടും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വെക്കാനായിട്ട് സിമ്പിൾ ആട്ടോ. ഇതിന്റെ ഒരു കാര്യം എന്നുള്ളത്, നമുക്ക് ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതിന്റെ പാർട്സ് ഒക്കെ ഊരി വെച്ചിട്ട് നമുക്ക് വേറെ എവിടേക്കെങ്കിലും മാറ്റി വെക്കാം. അതും ചെയ്യാട്ടോ. അത് പാർട്സ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഊരി വെക്കാം. അല്ലെങ്കിൽ ഇത് പറ്റൂലല്ലോ. നമ്മുടെ അലമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതാവുമ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ദാ നമ്മുടെ സംഭവം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതില് ഇങ്ങനത്തെ ഓരോ ഹോൾസ് 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് നമ്മുടെ ചെറിയ സ്റ്റിക്സ് ഉണ്ടല്ലോ 4 അത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഓരോ ഹോൾസിലോട്ട് ഇതൊന്ന് ഇറക്കി വെക്കണം. നല്ലപോലെ തന്നെ വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് കറക്റ്റ് നിൽക്കത്തില്ല. ഓക്കെ, അപ്പൊ ദാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരു സൈഡിലോട്ട് നീക്കാം കേട്ടോ. ഇത് 9 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതായത് ഇത് ഒരെണ്ണം 1 2 3 4 5 6 7 8 9. അപ്പോൾ 9 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ട് മാറ്റി വെക്കാം. ഇത് ഒരുപാട് വെയിറ്റ് ഒന്നുള്ളതല്ല, കുറച്ച് വെയിറ്റ് കുറഞ്ഞ സംഭവമാണ്. പിന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ കുറച്ച് വെയിറ്റും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇത് നമുക്ക് ഒരുപാട് സ്പേസ് വേണ്ട, അത് കുറഞ്ഞ സ്പേസിലാണ്, ഈ ഒരൊറ്റ കുറഞ്ഞ സ്പേസിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിന്റെ മേലെ കൂടെ നമുക്ക് ഈ ഒരു ഷീറ്റ് ഉണ്ട്. ഇത് ക്ലോത്ത് വന്നിട്ട് നമ്മുടെ വെള്ളം നനയാത്ത രീതിയിലുള്ള ഒരു ക്ലോത്ത് ആണ് തോന്നുന്നുണ്ട്. ഇത് തൊട്ടിട്ട് നമ്മുടെ സഞ്ചിയൊക്കെ ഇല്ലേ, നമ്മൾ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടുന്ന സഞ്ചി ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് കവർ അല്ലാണ്ട് സഞ്ചി, അതിന്റെ തുണിയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഷിബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മടക്കിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതിന്റെ മേലെ കൂടെ ഒന്ന് ഇടണം കേട്ടോ. അതിന് മുന്നേ ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം, കുറച്ച് ക്ലോത്തും കാര്യങ്ങളും ഇതിലൊന്ന് വെച്ച് സെറ്റാക്കി നോക്കട്ടെ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും മേലെന്നാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെക്കുന്നത്.
ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്തത്. ഇനി ഇത് കുറച്ചും കൂടെ വൃത്തിയിലും കാര്യങ്ങളിലും ഒക്കെ ആക്കാൻ പറ്റും. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് 2 എണ്ണത്തിൽ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇതാ താഴോട്ട് ഇതാ ഒരുപാട് എണ്ണം ഉണ്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ നമുക്ക് ബുക്സും വെക്കാം, അതുപോലെ ഡ്രസ്സ് വെക്കാം, പിന്നെ അതുപോലെ നമ്മുടെ എന്ത് സാധനം വേണമെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം. പിന്നെ മീഷോയിൽ വേറെ ഒരെണ്ണം കൂടെ കിട്ടും. ഇതിന്റെ സെയിം പ്രോഡക്റ്റ് തന്നെ ഇവിടെ ഹോൾസ് ആയിട്ട് താഴേക്ക് പോവാൻ കഴിയുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷീറ്റും കൂടെ കിട്ടുന്ന വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനത് വാങ്ങിയിട്ടില്ല, കാരണം ഇവിടെ ഇങ്ങനെ ഷീറ്റ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ താഴോട്ട് തൂങ്ങി നിൽക്കില്ല. അപ്പൊ ഞാൻ തൽക്കാലം ഇത് മതിയെന്ന് വിചാരിച്ചാണ് വാങ്ങിയിട്ടുള്ളത്. എന്നോട് ഇങ്ങനെയുള്ളത് വാങ്ങാനാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം വന്നിട്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ കാണുമ്പോൾ കുറച്ച് ബോറായിട്ട് തോന്നുന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിന് മേലെ കൂടെ ഇത് വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ ഡ്രസ്സ് അടുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഒരിക്കലും തോന്നുകയില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇട്ട് നോക്കട്ടെ. അപ്പൊ ആദ്യം ഇതിന്റെ ഒരു സൈഡിൽ ഷിബ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് മേലെ കൂടെ ഇട്ട് നോക്കാം. അപ്പൊ നിങ്ങൾ പലരും മീഷോയിൽ ഇതുപോലത്തെ പ്രോഡക്ട്സ് കണ്ടിട്ടുണ്ടാവും. ഷിബ് ഫ്രണ്ടിലോട്ടായിരിക്കും വരിക. ഓക്കെ, ഷിബ് നല്ല ഷിബാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ഷിബാണ്. ഓക്കെ, അപ്പൊ ഇതാ നമ്മുടെ ഐറ്റം ഇതാ ഇവിടെ കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് സാധനമാണ് വെച്ചതെന്ന് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇതിൽ ഒരുപാട് ഐറ്റംസ് കൊള്ളുകയും ചെയ്യും, കാരണം 9 കമ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ കമ്പാർട്ട്മെന്റിൽ വ്യത്യാസമുള്ളത് ഉണ്ട് കേട്ടോ. 3 എണ്ണം, 4 എണ്ണം, 5 എണ്ണം, 6 എണ്ണം, 7 എണ്ണം ഒക്കെ ഉള്ളതുണ്ട്. ഏറ്റവും കൂടുതൽ 9 എണ്ണം ആണെന്നാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ, 9 എണ്ണം ആണെന്നുള്ളത്. പിന്നെ ഇതിന്റെ ഈ ഒരു ക്ലോത്തിങ് സെറ്റ് ഇല്ലാണ്ട് സെപ്പറേറ്റ് വരുന്നതുണ്ട്. പിന്നെ ഷൂറാക്ക് ഈ ഒരു മെറ്റലിന്റെ അല്ലാണ്ട് വേറെ മെറ്റീരിയൽസിൽ വരുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മീഷോയിൽ ചെക്ക് ചെയ്യാം. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം. അപ്പോൾ വേണ്ടവർക്ക് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റും ഹോൾ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ നിന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.